ഞാൻ നുണ പറയാറില്ല. ഐ നെവർ ലൈ. ഓക്കെ, ഇപ്പൊ നീ ഒരിക്കലും നുണ പറയരുതെന്ന് എങ്ങനെ പറയാ? യു ഷുഡ് നെവർ ടെൽ എ ലൈ. ഓക്കെ, യു ഷുഡ് നെവർ ടെൽ എ ലൈ. ഇനി അവൻ ഇവിടെ ഇല്ലായിരുന്നു എന്ന് എങ്ങനെ പറയാ? ഹി വാസ് നോട്ട് ഹിയർ. അല്ലെങ്കിൽ അവൻ ഇവിടെ ഇല്ല എന്നാണെങ്കിലോ ഹി ഈസ് നോട്ട് ഹിയർ അല്ലെങ്കിൽ ഈസ് ഇൻ ഹിയർ, അങ്ങനെയാണ് പറയാം. ഓക്കെ, ഇപ്പൊ അവൻ വീട്ടിലായിരുന്നു എങ്ങനെ പറയാം? സിമ്പിൾ, ഹി വാസ് അറ്റ് ഹോം അല്ലെ. ഇനി ഞാൻ അവനെ അനുസരിക്കണമായിരുന്നു, അതെങ്ങനെ പറയാം? ഐ ഷുഡ് ഹാവ് വെച്ചിട്ട് ഐ ഷുഡ് ഹാവ് ഒബേഡ് ഹിം എന്നാണ് പറയാം. അതേപോലെ ഞാൻ അവന്റെ കൂടെ പോകണമായിരുന്നു, നമുക്കൊരു റിഗ്രറ്റ്. ഓക്കെ, അപ്പൊ ഷുഡ് ഹാവ് വെച്ചിട്ട് പറയാം ഐ ഷുഡ് ഹാവ് ഗോൺ വിത്ത് ഹിം എന്നാണ് പറയാം. ക്ലിയർ? ഇനി ഇപ്പൊ ഇന്നലെ മുതൽ എനിക്ക് ഭയങ്കര ക്ഷീണാണെന്ന് എങ്ങനെ പറയാം? ഐ ഹാവ് ബീൻ വെച്ചിട്ട് ഇന്നലെ മുതൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഐ ഹാവ് ബീൻ ഫീലിംഗ് ടയർഡ് സിൻസ് യെസ്റ്റർഡേ. ഓക്കെ, ഇനി 4 ആണെങ്കിൽ ഇപ്പൊ ഞാൻ 2 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ എങ്ങനെ പറയാം? ഐ ആം വർക്കിംഗ് ഹിയർ എന്നല്ല പറയാം. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 2 years. കണ്ടോ? അപ്പൊ ഇംഗ്ലീഷിൽ എപ്പോഴും ഉപയോഗിക്കുന്ന കുറച്ച് സെന്റൻസസ് ആണ്, ശരിക്കും പഠിക്കുക. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നല്ലേ എങ്ങനെയെങ്കിലും ഇംഗ്ലീഷ് പഠിക്കണം, ഒരുപാട് ട്രൈ ചെയ്തില്ലേ, വിജയിച്ചില്ലല്ലോ. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഫ്രീ ആവുന്ന ഒരു അരമണിക്കൂർ 2 മാസം വളരെ ചെറിയ ഫീ, ഓൺലൈനായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എന്തായാലും ഇംഗ്ലീഷ് പഠിക്കും. റിസൾട്ട് ഇല്ലെങ്കിൽ റീഫണ്ട് പോളിസി ഉണ്ട്. ധൈര്യമായിട്ട് അഡ്മിഷൻ എടുത്തോ. പുതിയ ബാച്ച് നമുക്ക് 2 ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു.